ദൈവനാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ധന്യനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുൻപാകെ ആയിരിക്കാൻ കർത്താവ് എളിയവൻ്റെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് തരുന്ന അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഈ ജീവിത യാത്രയിൽ ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിറപടിയായി ചെയ്തെടുക്കുവാൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തയോടെ കാത്തു സൂക്ഷിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിൽ മുന്നേറുവാൻ ദൈവം ഇടയാക്കേണ്ടതിന് നാം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെടുന്ന ഒരു ജീവിതാനുഭവത്തിൻ്റെ ഉടമസ്ഥരായി മാറണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ സമയം അല്പനേര ദൈവവചന ധ്യാനത്തിനായി ദൈവത്തിന്റെ ദാസനായ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 6-ാം അധ്യായം 20-ാമത്തെ വാക്യം ചിന്തയ്ക്കായി ഞാൻ വായിക്കുന്നു. അല്ലയോ തിമോത്തിയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊള്ളുക. ജ്ഞാനം കൊണ്ട് വ്യാജമായി പേർ പറയുന്നവന്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെ തക്ക സൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കാം. പരിശുദ്ധാത്മാവ് പൗലോസിനോട് ഓർമ്മപ്പെടുത്തുന്ന ഈ വിഷയം, നിന്റെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊള്ളുക. ഭക്തിവിരുദ്ധമായ വ്യാജന്മാരുടെ തർക്കസൂത്രങ്ങളെ ഒഴിഞ്ഞ് നീ മാറി നിൽക്കണം. വളരെ വിശദമായി നമുക്ക് ചിന്തിക്കേണ്ട ഭാഗങ്ങൾ ആണെന്ന് പറയുമ്പോഴും ചില ചിന്തകൾ മാത്രം ദൈവസന്നിധിയിൽ വെച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവിൽ ആഗ്രഹിക്കുക. തിമോത്തി എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തെ മാനിക്കുന്നവനെന്ന. അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശം ദൈവത്തെ മാനിക്കുന്ന എല്ലാവരോടും ഉള്ള ഒരു സന്ദേശമാണെന്ന് ഇത്തരുണത്തിൽ ഓർപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ദൈവത്തെ മാനിക്കുന്നവനാണെന്ന് പറയുമ്പോൾ ദൈവത്തെ മാനിക്കുന്നവന്റെ പക്കൽ എന്ത് കാത്തു സൂക്ഷിപ്പാൻ തന്നിരിക്കുന്നുവോ അത് കാത്തു സൂക്ഷിക്കുവാൻ നാം ബദ്ധ ശ്രദ്ധാലുക്കളായിരിക്കണം. എന്താണ് നമ്മെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് തന്നിരിക്കുന്നത്? എന്താണ് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്? എന്താണ് ദൈവം നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം? തിരുവചനത്തിൽ കൂടി ചില കാര്യങ്ങൾ പെട്ടെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകണം. ഒന്നാമതായിട്ട് നാം ചിന്തിക്കേണ്ട കാര്യം, നിന്റെ ഹൃദയത്തെ നീ കാത്തുകൊള്ളണം. ഹൃദയം ഒരു കലവറയാണ്.
വേണ്ടതും വേണ്ടാത്തതും ഒക്കെ കലവറയിൽ സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണ്. എന്നാ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ഹൃദയത്തെ നീ കാത്തുകൊള്ളണം. സദൃശവാക്യക്കാരൻ അതിന് 4-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നു, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ നീ കാത്തുകൊള്ളണം. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. പ്രൈസ് ദി ലോർഡ്. സകല ജാഗ്രതയോടും കൂടെ, വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട്, വളരെ കരുതലോടുകൂടെ ഹൃദയത്തെ കാത്തുകൊള്ളണം. അരുതാത്ത ചിന്തകളും ഭാവങ്ങളും ജീവിതത്തിൽ കടന്നു വരാതെ, നിന്റെ ഹൃദയം മറ്റൊന്നിന് ചായിക്കാതെ, നിന്റെ ഹൃദയം മറ്റൊന്നിന് ഏൽപ്പിക്കപ്പെടാതെ, നിന്റെ ഹൃദയത്തെ നീ സൂക്ഷിക്കണം. നിർമ്മല ഹൃദയം, ദൈവം വസിക്കുന്ന ഹൃദയം, ദൈവ സാന്നിധ്യം വെളിപ്പെടുന്ന ഹൃദയം. എന്റെ ഹൃദയം സകല ജാഗ്രതയോടും കൂടെ കാത്തു സൂക്ഷിക്കണമെന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നു. കാരണം ജീവന്റെ ഉത്ഭവം അവിടെ നിന്ന, ജീവനും മരണവും അവിടെ നിന്നാ തുടങ്ങുന്നത്. ഞാൻ എന്ത് സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുന്ന എന്റെ ഹൃദയത്തിൽ നിന്ന. ഞാൻ കർത്താവിനെ സ്വീകരിക്കുന്നത് എന്റെ ഹൃദയത്തിൽ നിന്ന. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ഹൃദയം വളരെ തന്മയത്വത്തോടുകൂടെ, കരുതലോടുകൂടെ നാം കാത്തുകൊള്ളേണ്ട ഒരു വിഷയമാണ്. എന്തായാലും കാര്യം കൂടെ പറഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ, ഭൂമി മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എപ്പോഴും ദോഷമുള്ളതെന്ന് യഹോവ കണ്ടു. എന്താ ഹൃദയത്തെ കാക്കണമെന്ന് പറയുന്നതിന്റെ പിന്നിലെ കാര്യം? അവന്റെ ഹൃദയം എപ്പോഴും മനുഷ്യന്റെ ഹൃദയത്തിൽ അരുതാത്തതും വേണ്ടതുമായ ചിന്തകളുടെ സമ്മിശ്രമായ ഒരു വേലിയേറ്റം തന്നെയാണ് നടക്കുന്നത്. ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്ന് ദൈവം കണ്ടു. അവന്റെ ഹൃദയ നിരൂപണങ്ങൾ, വിചാരങ്ങൾ ദോഷമുള്ളത് ദൈവം കണ്ടു. സ്തോത്രം. പ്ലാൻ ചെയ്യുന്നത് അവന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, നടപ്പിൽ വരുത്തുവാൻ പ്ലാൻ ചെയ്യുന്നത് ഹൃദയത്തിലാണ്. മറ്റൊരുവരെ ഒടുക്കിക്കളയുവാൻ, മറ്റുള്ളവരൊരു ദോഷം വരുത്തുവാൻ, നിന്റെ സഹജീവികൾക്ക് വേദനയുണ്ടാക്കുവാൻ, ഒരുത്തിനെ തകർത്തു കളയുവാൻ പ്ലാൻ ചെയ്യുന്നത് ഹൃദയത്തിലാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിന്റെ ദുഷ്ടത വലിയതെന്ന്, അവന്റെ ഹൃദയ വിചാരങ്ങൾ വലിയതെന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവ് വ്യക്തമായി എഴുതി വച്ചിരിക്കുകയാണ്. എല്ലായ്പ്പോഴും, അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്ന് യഹോവ കണ്ടു. സ്തോത്രം. അതുകൊണ്ട് ആ സദൃശവാക്യക്കാരൻ പറയുന്നതിന്റെ ഹൃദയത്തെ ജാഗ്രതയോടെ കാത്തുകൊള്ളണം. ആവശ്യമില്ലാത്ത ചിന്തകൾക്ക്, ആവശ്യമില്ലാത്ത പ്ലാനുകൾക്ക്,
ആവശ്യമില്ലാത്ത വിഷയങ്ങൾക്ക് നിന്റെ ഹൃദയം വിട്ടുകൊടുക്കാതെ ഒരു ദൈവ ഭയത്തിൽ ദൈവകൃപയിൽ നിലനിന്ന് മുന്നോട്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവം പറയുന്നത്, പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിന്റെ ഹൃദയത്തെ ജാഗ്രതയോടെ കാത്തുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുമ്പോൾ ദൈവത്തിന്റെ ദാസനായ ശലോമോനുള്ള ബന്ധത്തിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ വായിക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ശലോമോൻ വൃദ്ധനായ സമയം തന്റെ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ച് അവന്റെ ഹൃദയം അവന്റെ അപ്പനായ ദാവീദിന്റെ ഹൃദയം പോലെ തന്റെ ദൈവമായ യഹോവയിൽ ഏകാഗ്രതമായിരുന്നില്ല. മനസ്സിലായപ്പോൾ ഹൃദയത്തെ ജാഗ്രതയോടെ കാത്തുകൊള്ളണമെന്ന് പറഞ്ഞതിന്റെ പിന്നിലെ രഹസ്യം അത് മറ്റൊന്നുമല്ല. നീ സേവിക്കുന്ന ദൈവത്തിന്റെ വഴികളെ വിട്ട് നിന്നെ വശീകരിച്ച് മറ്റു മാർഗത്തിലേക്ക്, മറ്റു നിലയിലേക്ക് നടത്തപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തി ഹല്ലേലൂയ സദൃശവാക്യങ്ങൾ കൂടി വെളിപ്പെടുത്തിയ മനുഷ്യൻ, സത്യദൈവത്തിന്റെ ആരാധകനായിരുന്ന ദാവീദിന്റെ പിൻതലമുറക്കാരൻ, ദൈവ വഴിയിൽ കൂടി ദൈവത്തിന്റെ ഹൃദയപ്രകാരമെന്ന് ദൈവം സംബോധന ചെയ്ത ദൈവത്തിന്റെ അഭിഷക്തനായ ദാവീദിന്റെ മകൻ ശലോമോനുള്ള ബന്ധത്തിൽ പറയുക, താൻ വൃദ്ധനായപ്പോൾ വയോധികനായ സമയത്ത് തന്റെ വെപ്പാട്ടികൾ, തന്റെ ഭാര്യമാരെന്ത് ചെയ്തു? തന്നെ വശീകരിച്ച് അന്യദേവന്മാരുടെ അരികിലേക്ക് നടത്തി. പ്രൈസ് ദി ലോർഡ്. അവന്റെ ഹൃദയത്തെ വശീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. അന്യദേവന്മാരിലേക്ക് വശീകരിച്ച് നടത്തപ്പെട്ടു. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത്, നീ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളണം. അതെങ്ങനെ? ജാഗ്രതയോടെ കാത്തുകൊള്ളണം എന്ന് വെച്ചാൽ വളരെ വളരെ കരുതലോടുകൂടെ. വീണുപോകാവുന്ന സാഹചര്യങ്ങൾ വരും, തകർന്നു പോകാവുന്ന സാഹചര്യങ്ങൾ വരും, അരുതാത്ത ചിന്തകളും മോഹങ്ങളും അതിന്റെ പല അവസ്ഥകളും ജീവിതത്തിൽ കടന്നു വരും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുക, നീ ജാഗ്രതയോടെ അതിനെ കാത്തുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒന്ന് തിമോത്തിയോസിനോട് പറഞ്ഞൊരു കാര്യം, തിമോത്തിയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി നീ കാത്തുകൊള്ളണം. ഇവിടെ കാത്തുകൊള്ളുന്ന ഒന്നാമത്തെ ഒരു വിഷയം ഇവിടെ പറയുന്നു, നീ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളണം. രണ്ടാമത് ഓർപ്പിക്കുന്ന ഒരു വിഷയം കൂടെ ഓർപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുക. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം എന്താ? നിന്റെ ഐക്യത, ആത്മാവിന്റെ ഐക്യതയെ കാത്തുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഐക്യതയാണ് വ്യക്തി ജീവിതങ്ങളെ നിലനിർത്തുന്നത്. ഒരുമ, ഒത്തൊരുമ, പരസ്പരമുള്ള സഹകരണം, ഐക്യതയില്ലാതെ ഇല്ലാത്തത് കൊണ്ട് ഭവനങ്ങൾ ഛിന്ന ഭിന്നമായി പോകുന്നു, ഛിദ്രിച്ചു പോകുന്നു. വ്യക്തി സമൂഹങ്ങൾ ഛിദ്രിച്ചു പോകുന്നു, കുടുംബ ബന്ധങ്ങൾ ഛിദ്രിച്ചു പോകുന്നു, ഫാമിലി ലൈഫ് ഛിദ്രിച്ചു പോകുന്നു. അതിന്റെ ഒക്കെയും പിന്നിലെ രഹസ്യം മറ്റൊന്നുമല്ല, ഐക്യതയില്ല. ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല, വിധേയപ്പെടുവാൻ കേൾക്കുവാൻ മനസ്സില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാ,
ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കണോ? പ്രൈസ് ദി ലോർഡ്. ഐക്യതയില്ലാതെ നാം എന്ത് ചെയ്താലും പ്രയോജനമില്ല. സുവിശേഷത്തിൽ നമുക്ക് വായിപ്പാൻ ഇങ്ങനെ കഴിയുന്നു: ഭൂമിയിൽ വെച്ച് രണ്ടുപേർ യാചിക്കുന്ന ഏതു കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിങ്കൽ നിന്ന് അവർക്ക് ലഭിക്കും. ചിന്തിച്ചു നോക്കണം. എന്താ ഇവിടെ പറയുന്നേ? ഭൂമിയിൽ വെച്ച് രണ്ടുപേർ ഐക്യമെത്തിയപ്പെട്ട് എന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മുഖത്ത് പിതാവ് പ്രവർത്തിക്കുമെന്ന് നാം മറന്നു പോകരുത്. പിശാചിന്റെ വലിയൊരു തന്ത്രമാണ് ഐക്യതയെ നഷ്ടപ്പെടുത്തി കളയുന്നത്. പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് ദൈവത്തിന്റെ ദാസനായ പത്രോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു. പിശാചിന്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിയണം. അവന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകണം. അവന്റെ തന്ത്രങ്ങളിൽ പെട്ട് തകർന്നു പോകുവാൻ ഇടയാകരുത്. അവന്റെ തന്ത്രമാണ് കുടുംബ ബന്ധങ്ങളെ തകർത്ത് കളയുന്നത്. അവന്റെ തന്ത്രമാണ് ജീവിതത്തെ ഹല്ലേലൂയ പരാജയപ്പെടുത്തുന്നത്. ദൈവസഭയുടെ ഐക്യതയെ തകർത്തു കളയുന്നത് പിശാചിന്റെ തന്ത്രമാണ്. പലപ്പോഴും മനുഷ്യൻ അത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. മൂപ്പന്മാർക്കും അല്ലെങ്കിൽ അധികാരികൾക്കും പലപ്പോഴും അല്ലെങ്കിൽ പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ ഐക്യത നഷ്ടപ്പെട്ടുകൊണ്ട് ദൈവസഭയുടെ ആത്മീയ നിലവാരത്തെ കെടുത്തിക്കളയുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ മുന്നോട്ട് പോകുന്നു. എന്നാ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയുകയാ, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ നീ കാത്തുകൊള്ളണം. ഒന്ന്, നിന്റെ ഹൃദയത്തെ നീ കാക്കണം. രണ്ടാമത്, ആത്മാവിന്റെ ഐക്യത നീ കാക്കണം. സ്തോത്രം. പ്രാർത്ഥനയിൽ നിനക്ക് മറുപടി ലഭിക്കണമെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിന്റെ മറുപടി ഉണ്ടാകണമെങ്കിൽ നിന്നിൽ ഐക്യത വേണം. ഇതിലൊരു വായിക്കുന്നത്, 2 3 പേരുടെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട്. അവരെങ്ങനെ വരണം? ഐക്യതയോടുകൂടെ വരണം. സ്തോത്രം. അപ്പോൾ ഐക്യത വ്യക്തിജീവിതത്തിൽ വളരെ പ്രാധാന്യം നൽകുന്നതാണ്. കുടുംബജീവിതത്തിൽ പ്രാധാന്യം നൽകുന്നതാണ്. സഭാജീവിതത്തിൽ പ്രാധാന്യം നൽകുന്നതാണ്. ഞാൻ എങ്ങനെയായിരിക്കുന്നു എന്ന് ഇന്ന് പകലെ ഈ സന്ദേശം കേൾക്കുന്ന ദൈവജനം ഒന്ന് ചിന്തിക്കുന്നു നന്നായിരിക്കും. എന്നെ കാത്തുകൊള്ളുവാൻ, എന്നോട് കാത്തുകൊള്ളുവാൻ പറഞ്ഞ് ഞാൻ കാത്തുകൊള്ളുന്നുണ്ടോ? ഞാൻ സൂക്ഷിക്കുന്നുണ്ടോ? എന്റെ ഹൃദയത്തെ ഞാൻ കാത്തുകൊള്ളുന്നുണ്ടോ? അരുതാത്ത ചിന്തകളിൽപ്പെട്ട്, അരുതാത്ത മോഹങ്ങളിൽപ്പെട്ട്, അരുതാത്ത മനോഭാവങ്ങളാൽ ഞാൻ എന്റെ ഹൃദയത്തെ കാത്തുകൊള്ളാതെ ഹല്ലേലൂയ ഒരു തുറന്ന പുസ്തകം പോലെ ഞാൻ ആയിരിക്കുന്നുവോ? ഐക്യതയില്ലാതെ, കൂട്ടായ്മയിൽ ഐക്യതയില്ലാതെ, കുടുംബത്തിൽ ഐക്യതയില്ലാതെ, സമൂഹത്തിൽ ഐക്യതയില്ലാതെ, അല്ലെങ്കിൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഐക്യതയില്ലാതെ, അത് നീ ഒറ്റപ്പെട്ടു പോകുന്ന, ചിതറിപ്പോകുന്ന, ചിതറിച്ചു കളയുന്ന ഒരു മനോഭാവത്തിന്റെ ഉടമസ്ഥനായിരിക്കുന്നുവോ? അതിന്റെ പിന്നിലെ തന്ത്രത്തെ നീ മനസ്സിലാക്കണം. ദുഷ്ടനാകുന്ന പിശാചിന്റെ തന്ത്രമാണ് നിന്റെ ഐക്യതയെ നഷ്ടപ്പെടുത്തി കളയുന്നത്, നിന്റെ ഏകാഗ്രതയെ നഷ്ടപ്പെടുത്തി കളയുന്നത്. നീ ദുഷ്ടനാകുന്ന പിശാചിന്റെ ഒരായുധമായി മാറുവാനിടയാകരുത്.
പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ ഒരു ആയുധമായി മാറുവാൻ നമുക്കിടയാകരുത്. പിന്നെന്താണ് പരിശുദ്ധാത്മാവ് കാക്കുവാനായി നമ്മോട് പറഞ്ഞിരിക്കുന്നത്? മൂന്നാമത് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ കൽപ്പനകളെ നാം കാത്തുകൊള്ളണം. ഒന്നിന്റെ ഹൃദയത്തെ കാക്കണം, രണ്ടാമത് ഐക്യതയെ കാത്തുകൊള്ളണം, മൂന്നാമത് പറയുന്നു ദൈവത്തിന്റെ കൽപ്പനയെ നീ കാക്കണം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിന്റെ കൽപ്പനകളെ കാക്കുമെന്ന്. ഭാഗ്യമായി പ്രകടമാകുന്ന ഒന്നാണ് സ്നേഹമെന്ന് പറയുമ്പോഴും ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വ്യാജം നടിച്ചുകൊണ്ടുള്ള സ്നേഹമല്ല, പരമാർത്ഥതയോടെ ആത്മാർത്ഥതയോടെ നിർമ്മല മനസാക്ഷിയോടുകൂടെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അവന്റെ പ്രമാണങ്ങളെ, അവന്റെ കൽപ്പനകളെ, അവന്റെ ചട്ടങ്ങളെ കാത്തുകൊള്ളും. വ്യാജന്മാര് ധാരാളമായി പുറപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഏതാണ് ശരി, ആരൊക്കെയാണ് ശരി, എങ്ങനെയൊക്കെയാണ് ശരിയെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ കടന്നു പോകുന്ന ഒരു ജീവിത സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. പുറമേ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് ചുംബനമൊക്കെ കിട്ടിയെന്ന് വരാം. ഒരു പ്രൈസ് ലോർഡ് പറഞ്ഞ് ആത്മാർത്ഥ കരങ്ങളൊക്കെ രണ്ട് കൈയൊക്കെ പിടിച്ച് പ്രൈസ് ലോർഡൊക്കെ പറഞ്ഞെന്ന് വരാം. കൈവക്കി ഒരു സ്വോത്രമൊക്കെ പറഞ്ഞെന്ന് വരാം. എന്നാൽ അകത്ത് നിർമ്മലമായ സ്നേഹത്തിന്റെ ഉടമയാകണമെന്നില്ല. ഇതെങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ദൈവത്തിന്റെ പ്രമാണത്തെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ പ്രമാണത്തിനനുസരിച്ചല്ല തന്റെ പ്രവൃത്തിയെങ്കിൽ, ദൈവത്തിന്റെ പ്രമാണത്തിനനുസരിച്ചല്ല തന്റെ ജീവിതമെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇത് ദൈവസ്നേഹം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയല്ല. ദൈവസ്നേഹം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി അവന്റെ വചനത്തെ പ്രമാണിക്കുന്നു, അവന്റെ കൽപ്പനകളെ കാക്കുന്നു, അവന്റെ കൽപ്പനകൾക്ക് അവൻ മുഖവില കൊടുക്കുന്നു. സ്തോത്രം. അപ്പോൾ എന്താണ് എന്നോട് കാക്കാൻ പറയുന്നത്? ദൈവത്തിന്റെ സ്നേഹം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കൽപ്പനകൾ ആരാ? ദൈവമാണ് കൽപ്പന, വചനമാണ് കൽപ്പന. വചനത്തെ കാത്തുകൊള്ളും. സുവിശേഷം നമുക്ക് വായിപ്പാൻ 22-ാം അധ്യായം അതിന്റെ 37, 38, 39 വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ നമുക്ക് വായിപ്പാൻ കഴിയുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. എങ്ങനെയാ സ്നേഹിക്കേണ്ടത് ദൈവത്തെ? അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുമെന്ന് പറയുമ്പോൾ എങ്ങനെയാ സ്നേഹിക്കേണ്ടത്? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ കർത്താവിനെ സ്നേഹിക്കണം. ഇതാണ് ഒന്നാമത്തെ വലിയതുമായ കൽപ്പന. കർത്താവിനെ സ്നേഹിക്കണം. എങ്ങനെയെങ്കിലും അങ്ങ് സ്നേഹിച്ചാ പോരാ. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതാണ് ദൈവസ്നേഹം. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഒന്നുപോലും വിട്ടുകളയാനുള്ളതല്ല. അത് പൂർണ്ണമായി അംഗീകരിക്കുന്നതും ഉൾക്കൊള്ളുന്നതും അനുസരിക്കുന്നതുമാ. കർത്താവിന്റെ കൽപ്പനയനുസരിക്കുവാൻ മത്തായി 28-ാം അധ്യായം അവസാനത്തെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കൽപ്പനയുണ്ട്. നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സർവ്വസൃഷ്ടിയോടും കൂടെ എന്റെ സുവിശേഷം അറിയിക്കണം, എന്റെ വചനം അറിയിക്കണം.
അവരെ ശിഷ്യന്മാരാക്കണം. വചനം കേൾക്കുന്നവരെ ശിഷ്യന്മാരാക്കണം. അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കും. മറന്നു പോകരുത്. ഇത് കർത്താവിന്റെ കൽപ്പനയാ. കർത്താവിന്റെ കൽപ്പന അനുസരിച്ചു എന്ന് പറയുന്ന പെന്തക്കോസുകാരെ, കർത്താവിന്റെ കൽപ്പന അനുസരിച്ചു എന്ന് പറയുന്ന ദൈവമക്കളെ, ഒരു കാര്യം മനസ്സിലാക്കണേ. ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ ഇന്നും നിലനിൽക്കുന്നുണ്ടോ? ദൈവത്തിന്റെ കൽപ്പന ഇന്നും ഞാൻ അനുസരിച്ച് ഞാൻ മുൻപോട്ട് പോകുന്നുവോ എന്ന് പറയുമ്പോൾ നീ സ്നാനമേറ്റു എന്നുള്ള വിഷയമല്ല ഞാൻ ഈ പറയുന്നത്. പിന്നെയോ ദൈവത്തിന്റെ പ്രമാണത്തിന് മുഖവില കൊടുത്തുകൊണ്ട് ദൈവവചന പ്രകാരം എന്റെ ജീവിതത്തെ ഞാൻ ക്രമീകരിച്ചു മുൻപോട്ട് പോകുന്നുവോ എന്നാണ് ഇന്ന് പകൽക്കാലം ചിന്തിക്കുന്ന വിഷയം. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പനയെ കാത്തുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ ഹൃദയത്തെ കാക്കണം. ഞാൻ എന്റെ ഐക്യതയെ കാക്കണം. പിന്നെയോ ദൈവത്തിന്റെ കൽപ്പനയെ കാക്കണം. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോൾ 2 തിമോത്തിയോസ് ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിപ്പാൻ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. 4-ാമത് നിന്റെ വിശ്വാസത്തെ നീ കാക്കണം. സ്തോത്രം. നിന്റെ വിശ്വാസത്തെ നീ കാക്കണം. ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും നിന്നിൽ ലഭിച്ചിരിക്കുന്ന ദൈവികമായ വിശ്വാസം, നീ ആരംഭിച്ച ദൈവത്തിന്റെ വിശ്വാസം, നീ തുടങ്ങി വെച്ച വിശ്വാസത്തിന്റെ യാത്ര, അത് അവസാനം വരെയും നീ കാത്തു സൂക്ഷിക്കണം. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്ന ഒരു വേദഭാഗം ഇങ്ങനെയുണ്ട്. മാത്രമല്ല, സ്നാനപ്പെടുത്തി കയറ്റി വിടുമ്പോൾ പറയുന്ന ഒരു തിരുവചന ഭാഗം ഇങ്ങനെയാ: ജീവപര്യന്തം വിശ്വസ്തനായിരിക്കുക, അല്ലെങ്കിൽ വിശ്വസ്തയായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് പ്രാപിക്കാം. ജീവകിരീടം നിനക്ക് കിട്ടും. എന്നുവരെയാ? മരണപര്യന്തം, ജീവപര്യന്തം, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. നാം മറന്നു പോകരുത്. ഇത് ഒരു ദിവസത്തേക്കുള്ള കമ്മിറ്റ്മെന്റ് അല്ല, ഒരു വർഷത്തേക്കുള്ള കമ്മിറ്റ്മെന്റ് അല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെയോ എന്റെ ജീവിതത്തിൽ, എന്റെ മരണം വരെ, എന്റെ ഈ ശരീരത്തിൽ ഞാൻ ഇരിക്കുന്ന കാലയളവ് എത്രയുണ്ടോ അന്നുവരെയും ഈ കമ്മിറ്റ്മെന്റിൽ ഞാൻ നിലനിന്നാൽ, പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ വിളിച്ചു പറഞ്ഞു, നിനക്കൊരു ജീവകിരീടം പ്രാപിപ്പാൻ കഴിയുമെന്ന്. പരിശുദ്ധാത്മാവിടെ വിളിച്ചു പറയുകയാ, നിന്റെ വിശ്വാസം നീ കാത്തുകൊള്ളണം. ദൈവത്തിന്റെ ദാസനായ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതമാകുന്ന യാത്രയിൽ അനവധി കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ചമ്മട്ടികളും അതേ ജീവിതത്തിൽ ഒന്നൊന്നായി തന്റെ ജീവിതത്തിൽ കടന്നു വന്ന ആ ജീവിത സാഹചര്യങ്ങളെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയാ, ഇതൊന്നും എന്റെ കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇതൊന്നും എന്റെ ദൈവത്തിന്റെ സ്നേഹത്തിൽ തന്നെ അകറ്റുവാൻ കഴിയുന്നതല്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇതൊക്കെ പ്രശ്നങ്ങൾ ഒന്നൊന്നായി ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും, പ്രതിസന്ധികൾ ഒന്നൊന്നായി കടന്നു വന്നപ്പോഴും തന്നെ വിളിച്ചവന്റെ തിരുമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്തവൻ, താൻ ആരാണെന്ന് വ്യക്തമായി വെളിപ്പാട് പ്രാപിച്ചവൻ, ഹല്ലേലൂയ, യേശുവിനെ കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പാട് പ്രാപിച്ച പൗലോസ് പറയുക, ഇതൊന്നും ഈ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങളൊന്നും, എന്റെ ജീവിതത്തിൽ കടന്ന പ്രതിസന്ധികളൊന്നും യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഴിയുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. പ്രശ്നങ്ങൾ കടന്നു വരാം,
എന്നാൽ നിന്റെ വിശ്വാസം നീ തള്ളിക്കളയുവാൻ ഇടയാകരുത്. അനേകർ വിശ്വാസം തള്ളിക്കളഞ്ഞു പോയവരെ കുറിച്ച് തിരുവചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് ലഭിച്ച കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ടു പോയവരെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹുമനിയൂസ്, അലക്സാന്ദ്രിയയെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്നുണ്ട്. ദേമാസിനെ കുറിച്ച് നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്നുണ്ട്. വ്യക്തമായി നമുക്ക് ദേമാസ് തെസ്സലോനിക്കയിലേക്ക് പോയി എന്ന് നമുക്ക് വായിപ്പാൻ കഴിയുന്നു. ദൈവത്തിന്റെ ജനമേ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവികമായ വെളിപ്പാട് നഷ്ടപ്പെടുത്തി, നാം പ്രാപിച്ച ദൈവികമായ വിശ്വാസം നഷ്ടപ്പെടുത്തി, ഹല്ലേലൂയ, നാം മുന്നോട്ട് പോകുവാൻ ഇടയാകരുത്. ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരായി തീരുവാൻ പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വച്ചിരിക്കുന്നു. സ്തോത്രം. അവസാന നിമിഷം വരെയും വിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ, അവസാന നിമിഷം വരെയും വിശ്വാസത്തിന്റെ ധീര പോരാളിയായി നിലനിൽക്കുവാൻ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ സ്വർഗമിടയാക്കിയെങ്കിൽ ഇന്ന് പകൽ മനസ്സിലാക്കണം, പൗലോസിനെ മാത്രമല്ല നമ്മിൽ കൂടി പരമേൽപ്പിച്ചിരിക്കുന്ന ആ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുവാൻ തക്കവണ്ണം നമ്മൾ പരമേൽപ്പിച്ചിരിക്കുന്ന ആ വിശ്വാസത്തിന്റെ ധീര പോരാളികളായി, അല്ലെങ്കിൽ 2020 ആണ്ടിലും കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. തിമോത്തിയോസേ, നിന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന ഉപനിധി നീ കാത്തുകൊള്ളണം. നമ്മ ഓരോരുത്തരോടും പറയുക, തോമസേ, നിന്നെ ഏൽപ്പിച്ചിരിക്കുമെന്ന് നീ കാത്തുകൊള്ളണം. മാത്യൂസേ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി നീ കാത്തുകൊള്ളണം. യോസഫേ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി നീ കാത്തുകൊള്ളണം. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി നീ കാത്തുകൊള്ളുവാൻ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി നിലനിൽക്കുവാൻ ദൈവത്തിന്റെ ജനമേ നമ്മുടെ ജീവിതത്തിൽ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എന്താണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി? ഇവിടെ നമ്മൾ 4 കാര്യങ്ങൾ പറയുവാൻ ഇടയായി. ഒന്ന്, നിന്റെ ഹൃദയത്തെ നീ കാത്തുകൊള്ളണം. 2, നിന്റെ ഐക്യതയെ നീ കാത്തുകൊള്ളണം. പിന്നീട് നമുക്ക് കാണാൻ കഴിയും, ദൈവത്തിന്റെ കൽപ്പനയെ നീ കാത്തുകൊള്ളണം. നിന്റെ വിശ്വാസത്തെ നീ കാത്തുകൊള്ളണം. കാത്തുകൊള്ളേണ്ട 4 വിഷയങ്ങളുടെ പറയുമ്പോൾ തിമോത്തിയോസിനോട് ചോദിച്ചു, തിമോത്തിയോസേ, നീ എന്താ കാത്തു സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അവൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി എന്താ? അത് അവസാനത്തോളം കാത്തു സൂക്ഷിക്കണമെന്ന് പറയുന്ന ഉപനിധി എന്താ? കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു ഭാഷയോട് ഞാൻ പറയാം. 2 കൊരിന്ത്യർ 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിപ്പാൻ കഴിയും, എങ്കിലും ഈ അത്യന്ത ശക്തി എന്റെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രത്തിലാകുന്നു ഉള്ളത്. ഒരു നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രത്തിൽ തന്നിട്ടുണ്ട്. ഒരു ഡിപ്പോസിറ്റ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. മൺപാത്രത്തിലെ നിക്ഷേപമുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിപ്പോസിറ്റ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ അത്യന്ത ശക്തി എന്റെ സ്വന്തമല്ല, അത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാ. അതെന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധിയാണ്. ശിംശോനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ അത്യന്ത ശക്തിയുടെ ഉറവിടം എവിടെയാ? സ്തോത്രം. ഈ അത്യന്ത ശക്തി നിന്നിൽ വ്യാപരിക്കുന്നത് കൊണ്ട് നിന്നെ ഒതുക്കാൻ കഴിയുന്നില്ല, നിന്നെ തകർക്കാൻ കഴിയുകയില്ല. ഈ അത്യന്ത ശക്തിയുടെ ഉറവിടം എവിടെയാ? എവിടെ പിടിച്ചാൽ നിന്നെ ഒതുക്കാൻ ഒക്കും?
നിന്നിൽ പകർന്നിരിക്കുന്ന ദൈവികമായ അഭിഷേകമുണ്ടല്ലോ, ആ നിക്ഷേപമുണ്ടല്ലോ, നിന്നിൽ വ്യാപരിക്കുന്നിടത്തോളം കാലം ദുഷ്ടനാകുന്ന ശക്തിക്ക് നിന്നെ തൊടാൻ കഴിയുകയില്ല. നിന്റെ ശക്തി നഷ്ടപ്പെട്ടു പോയാൽ, ആ ഉപതി നഷ്ടപ്പെട്ടു പോയാൽ, ആ ഡിപ്പോസിറ്റ് നഷ്ടപ്പെട്ടു പോയാൽ അവൻ നിന്നെ ഒതുക്കും, അവൻ എന്നെ ഒടുക്കിക്കളയുമെന്ന് ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. നാം മറന്നു പോകരുത്, നമ്മിൽ പകർന്നിരിക്കുന്ന ഡിപ്പോസിറ്റ് അത് ദൈവത്തിന്റെ ദാനമാണ്, അത് ഈ മൺകൂടാരങ്ങളിലെ നിക്ഷേപമാണ്. പരിശുദ്ധാത്മാവ് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ശിംശോന് പറയാൻ കഴിയുന്നൊരു കാര്യമുണ്ട്, ഞാന് നാസീർ മുതൽക്കാരനാ, ക്ഷൗരക്കത്തി എന്റെ തലയിൽ തൊട്ടിട്ടില്ല, ഞാൻ അമ്മയുടെ ഗർഭം മുതൽ വൃതസ്ഥനാ എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാ. വേർതിരിക്കപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനും വേർതിരിക്കപ്പെട്ടവളുമാ. നീ ആയിരുന്ന സമൂഹത്തിൽ നിന്ന്, നീ ആയിരുന്ന സ്ഥലത്തിലെ സൊസൈറ്റിയിൽ നിന്ന് ദൈവം നിന്നെ വേർതിരിച്ചതാ, നിന്നെ വൃതസ്ഥനാക്കി മാറ്റിയതാ. അതൊരു അലലിയ വൃതസ്ഥന്മാര് അല്ലെ പഴയ നിയമ ചരിത്രങ്ങളിൽ ചില കാലങ്ങളിലേക്ക് പീരീഡിലേക്ക് വൃതസ്ഥന്മാരാകുന്നവരുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ പഠിക്കുമ്പോൾ ദൈവം നിന്നെ വേർതിരിച്ചിരിക്കുന്നത് ഒരു കാലത്തേക്കല്ല, പിന്നെയോ നിന്റെ ജീവിതത്തിന്റെ അവസാനം വരെയും ക്രിസ്തുവിൽ വൃതന്മാരായി കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാനാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അത് നാം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ശിംശോനിൽ പകർന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയുടെ നിക്ഷേപം ഡിപ്പോസിറ്റ് നഷ്ടമായി. ദലീലയുടെ മടിയിൽ കിടന്നുറങ്ങി. ഹല്ലേലൂയ. തന്റെ തലയിലെ ഹല്ലേലൂയ മുടി ഒന്നൊന്നായി കളഞ്ഞ് ഹല്ലേലൂയ അവളുടെ ലോകത്തിന്റെ സുഖത്തിന്റെ മടിയിൽ അവൻ ആണ്ട് കിടന്നപ്പോൾ അവനിൽ പകർന്നിരുന്നത് ഡിപ്പോസിറ്റ് അവന്റെ ജീവിതത്തിൽ നഷ്ടമായി. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ നമ്മെ ആകർഷിക്കുന്ന എന്തു തന്നെയാണെങ്കിലും, ഈ ലോകത്തിൽ നമ്മുടെ ഡിപ്പോസിനെ ചോർത്തിക്കളയുന്ന, നമ്മുടെ ഉപനിധിയെ ചോർത്തിക്കളയുന്ന എന്തു തന്നെ നമ്മെ വശീകരിച്ചാലും ആ വശീകരണത്തിന്റെ മടിയിൽ തകർന്നു പോകാതെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് കാത്തുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ ജീവിതയാത്രയിൽ മുന്നേറുവാൻ ദൈവം നമുക്ക് ഇടയാക്കണം. നമ്മിൽ പകർന്നിരിക്കുന്ന ആ ഡിപ്പോസിറ്റ്, പ്രൈസ് ദി ലോർഡ്, അത് നഷ്ടപ്പെട്ടു പോകുവാനിടയാകരുത്. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ നാം സൂക്ഷിക്കണം. സൂക്ഷിക്കുക എന്ന് പറയുന്ന വാക്കിനെ ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്ന പദം പാരത്തേക്ക് എന്ന പാരത്തേക്ക് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഡിപ്പോസിറ്റ് എന്ന ഡിപ്പോസിറ്റ്. ബാങ്കിൽ ഒരാൾ നിക്ഷേപിക്കുന്ന തന്റെ ഭൗതിക നന്മകൾ, ആ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കണമെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം, ആ ബാങ്കിനെ കുറിച്ച് ഡിപ്പോസിറ്റ് ചെയ്യുന്ന ആളിന് ഒരു വിശ്വാസം ഉണ്ടാകണം. എല്ലാവരും കൊണ്ട് തന്നെ എല്ലാ ബാങ്കിലും ഒന്നും ഇടത്തില്ല. ബ്ലേഡ് കമ്പിയിൽ കൊച്ചു കൊച്ചു മുളച്ച് വരുന്ന ബാങ്കിലും കാണും ആരെങ്കിലും കൊണ്ടിടുവോ? നാഷണലൈസ് ബാങ്കിലൊക്കെ മനുഷ്യൻ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന്റെ പിന്നിൽ രഹസ്യം മറ്റൊന്നുമല്ല, ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളത് കൊണ്ടാണ്. ഇന്ന് കാണുന്ന കൂണ് പോലെ മുളച്ചു വരുന്ന ബ്ലേഡ് കമ്പനികളിലൊക്കെ അധികം ഹല്ലേലൂയ പണം കിട്ടുമെന്നൊക്കെ ചിന്തിച്ച് കൊണ്ടിടുന്നവർ നാളെ വിഷണ്ണരായി ഹല്ലേലൂയ അതേ കൊലക്കരങ്ങളിലൊക്കെ അത് തൂക്കുകയറിലൊക്കെ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കൊണ്ടിടുന്ന ആളിന് ബാങ്കിനെ കുറിച്ചൊരു ഡിപ്പോസിറ്റ് ഉണ്ട്, ഒരു ചിന്തയുണ്ട്, ഒരു വിശ്വാസമുണ്ട്.
അവിശ്വാസം ഉള്ളത് കൊണ്ടാണ് ബാങ്കിൽ കൊണ്ട് എന്ന് പണം നിക്ഷേപിക്കുന്നത്, അല്ലെങ്കിൽ തന്റെ നന്മ നിക്ഷേപിക്കുന്നത്. സ്തോത്രം. ആ നിക്ഷേപിക്കുന്നതിന്റെ സകല കണക്കുകളും രേഖകളും ബാങ്ക് സൂക്ഷിച്ചു വെക്കുക. ഏത് സമയത്ത് എന്താണ് ഡിപ്പോസിറ്റ് ചെയ്തത്, എത്രയാണ് ഡിപ്പോസിറ്റ് ചെയ്തത്, അതിന്റെ സമയവും അതിന്റെ ഡേറ്റും അടക്കം അവര് അല്ലെങ്കിൽ അവിടെ മെൻഷൻ ചെയ്ത് വെക്കുകയാണ്. റെക്കോർഡ് അവർ സൂക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാം. നിന്നെ വിശ്വസിച്ചാണ് ദൈവം ഈ ഡിപ്പോസിറ്റ് നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നെയും നിങ്ങളെയും വിശ്വസിച്ചത് കൊണ്ടാണ് ഈ ഡിപ്പോസിറ്റ് ദൈവം നമ്മുടെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ സ്വന്തമല്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ഇത് എന്റെ സ്വന്തമല്ല, ഇത് മൺപാത്രത്തിലെ നിക്ഷേപമാണ്, ഡിപ്പോസിറ്റ് ആണ്. അപ്പൊ ഡിപ്പോസിറ്റ് ആയതുകൊണ്ട്, എന്റെ സ്വന്തമല്ലാത്തത് കൊണ്ട് ഞാനിത് കണക്ക് സൂക്ഷിക്കേണ്ടതാണ്, ഞാനിതിന് കണക്ക് കൊടുക്കേണ്ടവനാണ്. എന്നോട് കണക്ക് ചോദിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതാരെന്നെ ഏൽപ്പിച്ചുവോ ഞാൻ അവന് കണക്ക് കൊടുക്കണം. ഈ ഉപനിധി എന്താണെന്ന് ചോദിച്ചാൽ അതിവിശുദ്ധ വിശ്വാസമാണ്. പിതാക്കന്മാരിൽ കൂടി തലമുറ തലമുറയായി കൈമാറി വന്ന ദൈവികമായ വിശ്വാസമാണ് ഈ ഡിപ്പോസിറ്റ്. ഈ ഡിപ്പോസിറ്റ് തലമുറകൾക്ക് കൈമാറേണ്ടതാ. ഈ ഡിപ്പോസിറ്റ് ഒരു കാലത്തേക്ക് മാത്രമുള്ളതല്ല, ജീവിതത്തിന്റെ അന്ത്യനിമിഷം വരെയും അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കേണ്ട ഡിപ്പോസിറ്റ് ആണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇത് തലമുറയ്ക്ക് വിശ്വസ്തയോടുകൂടെ കൈമാറി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ജീവിതത്തിലേക്ക് നാം പരിശോധിച്ചു നോക്കുമ്പോൾ, ശിംശോന്റെ ജീവിതത്തിലേക്ക് നാം പരിശോധിച്ചു നോക്കുമ്പോൾ, തന്നിൽ നിക്ഷേപിച്ചിരുന്ന ദൈവികമായ ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ദൈവത്തിന്റെ അത്യന്തമായ ശക്തി അല്ലെങ്കിൽ ഉപനിധി താൻ കാത്തു സൂക്ഷിക്കാൻ ഇതിന്റെ പരിണിത ഫലമായി താൻ ആരാണെന്നുള്ള ബോധ്യമില്ലാതെ ഹല്ലേലൂയ ലോകത്തിന്റെ മടിയിൽ തലവെച്ച തന്റെ ജീവിതത്തിന്റെ തന്റെ ശക്തിയുടെ അത്യന്ത ശക്തി നഷ്ടപ്പെടുത്തി കളഞ്ഞ തന്റെ താനായിരുന്ന വൃതസ്ഥന്റെ സ്ഥാനം തനിക്ക് നഷ്ടമായതുകൊണ്ട് തന്റെ ജീവിതത്തിൽ താൻ നേരിട്ടതായ ചില വിപത്തുകളെ കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. തന്റെ ജീവിതത്തിന്റെ സാഹചര്യം എന്തായി? 3 കാര്യങ്ങൾ പരിശുദ്ധാത്മാവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. തന്റെ ഉപനിധി താൻ കാത്തു സൂക്ഷിക്കാത്തത് കൊണ്ട് ശിംശോന്റെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, അവനെ ബൈൻഡ് ചെയ്തു, അവനെ കെട്ടി, അവനെ ബന്ധനസ്ഥനാക്കി. ഒന്നാമത് അവനെ ബൈൻഡ് ചെയ്തു. രണ്ടാമത് അവൻ ബ്ലൈൻഡിങ് ആയി, കാണാൻ കഴിയാത്തവനായി തീർന്നു, അന്ധനായി മാറി. ഒന്നാമത് അവനെ കെട്ടി, അവനെ ബൈൻഡ് ചെയ്തു, ബൈൻഡിങ്. രണ്ടാമത് അവൻ ബ്ലൈൻഡിങ് ആയി മാറി, കാണാൻ കഴിയാത്തവനായി മാറി, അന്ധനായി മാറി. മൂന്നാമത് നമുക്ക് കാണാൻ കഴിയുന്നു, അവൻ ഗ്രൈൻഡ് ചെയ്യുന്നവനായി മാറി, പൊടിക്കുന്നവനായി, ചക്കിൽ ആട്ടുന്നവനായി, പൊടിക്കുന്നവനായി മാറി. നഷ്ടപ്പെട്ടു പോയാൽ, ഏൽപ്പിച്ചിരിക്കുന്ന ഡിപ്പോസിറ്റ് നഷ്ടമായി പോയാൽ പിശാചി നിന്നെ ബന്ധനസ്ഥനാക്കും, നിന്റെ കാഴ്ച നഷ്ടമായി നിന്നെ അന്ധനാക്കും. മൂന്നാമത് പറയുന്നു, നീ അല്ലെങ്കിൽ പിന്നെ ആ പിശാചിന്റെ ആജ്ഞാവർത്തിയായി അവൻ പറയുന്നു പൊടിച്ചും അരച്ചും കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകും. പൗലോസ് തിമോത്തിയോസിന് പറയാ, തിമോത്തിയോസേ, നിങ്ങൾ പരമേൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊള്ളണം. ദൈവം നിന്നെ തന്നിരിക്കുന്ന പകർന്നിരിക്കുന്ന ഉപനിധി നഷ്ടമാകാതെ
ശത്രുവിന്റെ ഹിതത്തിന് ഏൽപ്പിക്കപ്പെടാതെ നീ ആരാണ്, ഞാൻ ആരാണെന്നുള്ള ബോധ്യത്തോടുകൂടെ, നാം ആരാണെന്നുള്ള ചിന്തയോടുകൂടെ ഈ ജീവിതമാകുന്ന യാത്രയിൽ മുന്നേറുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകണം. അതാണ് പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അല്ലയോ തിമോത്തിയോസേ, നിന്റെ മക്കൾ ഏൽപ്പിച്ചിരിക്കുന്ന നിക്ഷേപം നീ കാത്തുകൊണ്ട് ജ്ഞാനമെന്ന് വ്യാജമായി പേര് പറയുന്നവന്റെ ഭക്തിവിരുദ്ധമായ വൃത്തഭാഷണങ്ങളെയും തർക്കസൂത്രങ്ങളെയും നീ ഒഴിഞ്ഞു നിൽക്ക. ഒഴിയേണ്ടതിനെ ഒഴിഞ്ഞുകൊണ്ട്, ഒഴിക്കേണ്ടതിനെ ഒഴിച്ചുകൊണ്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന നിലകളിലേക്ക് എത്തുവാൻ കാത്തു സൂക്ഷിക്കേണ്ടത് കാത്തു സൂക്ഷിച്ചുകൊണ്ട്, നിന്റെ ഹൃദയത്തെ നീ കാത്തുകൊണ്ട്, ഐക്യതയെ കാത്തുകൊണ്ട്, വിശ്വാസത്തെ കാത്തുകൊണ്ട്, സ്നേഹത്തെ കാത്തുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന നിലകളിൽ വിട്ടൊഴിയേണ്ടതിനെ വിട്ടൊഴിയുവാൻ നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവികമായ നിക്ഷേപത്തെ അല്ലെങ്കിൽ എന്തു വില കൊടുത്തും അത് നിലനിർത്തുന്നവരായി തീരുവാൻ, ശിംശോനെ പോലെ പിശാചിന്റെ കയ്യിൽപ്പെട്ട് നാം ബന്ധനസ്ഥനാകുവാനല്ല, പിശാചിന്റെ കയ്യിൽപ്പെട്ട് അന്ധനായി തീരുവാനല്ല, പിശാചിന്റെ കയ്യിൽപ്പെട്ട് നാം ഹല്ലേലൂയ അവന്റെ ആജ്ഞാവർത്തിയായി അത് ചക്കിൽ പൊടിക്കുന്നവനായി മാറുവാനല്ല. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു പിന്നെയോ അതിവിശുദ്ധ വിശ്വാസമെന്ന ഹല്ലേലൂയ ശക്തിയോടുകൂടെ ദൈവത്തിന്റെ ഹല്ലേലൂയ വചനമാകുന്ന അതേ ഹല്ലേലൂയ വാളുമേന്തിക്കൊണ്ട് ദൈവകൃപയിൽ മുന്നേറുവാൻ, സുവിശേഷ ഘോഷണമാകുന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട്, ഉപനദി ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്താണ് തിമോത്തിയോസേ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനദി? യേശുവിന്റെ വചനമാണ്. സുവിശേഷത്തിന്റെ വക്താവാകുക എന്നുള്ളതാ, കർത്താവിന്റെ സാക്ഷിയാകുക എന്നുള്ളതാ. ഈ ലോക ജീവിത യാത്രയിൽ ദൈവം എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, ആ നിക്ഷേപം മറ്റൊന്നുമല്ല, യേശു ക്രിസ്തുവിന്റെ വക്താക്കളായി മാറുക എന്നുള്ളതാ, സുവിശേഷത്തിന്റെ വക്താക്കളായി മാറുക എന്നുള്ളതാ. ആ വചനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി, പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വച്ചിരിക്കുന്നു. ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും കർത്താവ് എന്നെയും നിങ്ങളെയും ഫലമേൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് കർത്താവിന്റെ നല്ല സാക്ഷിയായി ദൈവകൃപയിൽ മുന്നേറുവാൻ ദൈവം എന്നെയും നിങ്ങളെയും പിന്നെയും ഇടയാക്കട്ടെ എന്ന് ഓർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.